അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണാകടാക്ഷങ്ങൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെയേറെ പ്രാധാന്യവും മഹത്വവുമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൽ ഫജ്രി വലയാലിൻ അഷുർ, പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകൾ തന്നെയാണ് സത്യം എന്ന് വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ ആ ദിവസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെ കർമ്മങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്നും ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഈ ദിവസങ്ങളിലെ കർമ്മങ്ങളായതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഇത്തരം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളെ, പ്രത്യേകിച്ചും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം. കാരണം നമ്മുടെ ജീവിതം ആയുസ് വളരെ പരിമിതമാണ്. ആ പരിമിതമായ ആയുസ്സിനുള്ളിൽ വലിയ പ്രതിഫലം നേടാൻ കഴിയുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു തആല അനുഗ്രഹിച്ച് നൽകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അത്തരം ദിവസങ്ങളെ കഴിവിൻ്റെ പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ സ്വതക്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, നന്മകളിൽ സഹകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ തുടങ്ങിയവ വർദ്ധിപ്പിച്ചുകൊണ്ട്, നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഒക്കെ ഈ ദിവസങ്ങളെ എത്രത്തോളം നമ്മൾ നമ്മുടെ പരലോക വിജയത്തിനും പരലോക രക്ഷയ്ക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധ്യമാണോ ആ നിലക്കെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ് സ്വതക്കയും അതുപോലെ തന്നെ ദിക്റുകളും മറ്റും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ അത് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നു, നോമ്പ് സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് പല മഹാന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് ആദ്യത്തെ 10 ഏത് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്, നോമ്പ് വർദ്ധിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും അറഫ ദിനത്തിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ ഒരു വർഷത്തിലെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ പാപങ്ങളും പൊറുക്കുന്ന നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്ന്. അതുകൊണ്ട് തന്നെ അറഫ ദിനത്തിലെ നോമ്പ് അത്രമാത്രം ശക്തമായ സുന്നത്തായതുകൊണ്ട് ആ ദിവസത്തിൽ നമ്മൾ മറ്റു ദിവസങ്ങളിലെ നോമ്പുകളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത ലക്ഷ്യം പരലോകമോക്ഷം ആയതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും വേദികളും ലഭിക്കുമ്പോൾ അവയെല്ലാം കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഇത്തരം ദിവസങ്ങളിൽ മഹാന്മാരായ ആളുകൾ, പ്രത്യേകിച്ചും സ്വഹാബികളായ ആളുകൾ കൂടുതൽ തക്ബീറുകളും തഹ്ലീലുകളും ദിക്റുകളും ഒക്കെ വർദ്ധിപ്പിച്ചിരുന്നതായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളിലെ മറ്റൊരു പ്രധാന ഇബാദത്താണ് ദുൽഹജ്ജ് 10 അന്നുള്ള നമ്മുടെ ബലി പെരുന്നാൾ ദിവസത്തെ നമസ്കാരവും ആ ദിവസം നടക്കുന്ന ഖുതുബയിൽ പങ്കെടുക്കലും അന്ന് നടക്കാനിരിക്കുന്ന ബലികർമ്മത്തിൽ പങ്കെടുക്കലുമൊക്കെ. അത് അള്ളാഹു തആല നമുക്ക് അനുഗ്രഹമായി തന്നു, നമുക്ക് ആഘോഷമായി നിശ്ചയിച്ചു തന്നു. അതോടൊപ്പം ഇസ്ലാമിലെ എല്ലാ ആഘോഷങ്ങളും ആരാധനകളാണ്. ബലികർമ്മത്തിന് സാക്ഷികളാവുക, അവിടെ നമ്മൾ പങ്കാളികളാവുക, ആ ബലി മൃഗത്തിലെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുക, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സുന്നത്താക്കി പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. സാധാരണ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ എന്തെങ്കിലും ചെറുതായി കഴിച്ചുകൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് പോയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി പെരുന്നാൾ ദിവസം ഒന്നും കഴിക്കാതെ പോയിരുന്നു എന്നാണ്. അങ്ങനെ ഖുതുബ നിർവഹിച്ച് നമസ്കാരം കഴിഞ്ഞ് അവിടെ ബലികർമ്മം നിർവഹിച്ച് ആ ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ മാംസം നമ്മൾ ഭക്ഷിക്കുന്നത് അത് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യമാണ്. നമ്മളും ഭക്ഷിക്കുക, മറ്റു സാധുക്കളായ ദുർബലരായ ആളുകളെ പരിഗണിക്കുകയും അവർക്ക് ആ ബലിമൃഗത്തിൽ നിന്ന് മാംസം വിതരണം ചെയ്യുക. അതുപോലെ തന്നെ ബലി പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് അതല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്ക് നമസ്കാര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ആരാധനാ സ്ഥലങ്ങളിലേക്ക് പോകുക.
തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥനാ നിരതരായിക്കൊണ്ട്, തക്ബീറുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ട് പോകാൻ ഒരു വഴിയും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ എന്തെല്ലാം ചര്യകൾ, സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. ബലിപെരുന്നാൾ ദിവസം ആഘോഷത്തിൻ്റെ ദിവസമാണ്. എന്നാൽ ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനകളാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾക്ക് അന്യമായ പ്രവർത്തനങ്ങളിലോ സംസ്കാരങ്ങളിലോ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റേതല്ലാത്തതോ ആയ സംസ്കാരങ്ങളെല്ലാം പരസ്പരം കൂടിച്ചേർന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് ആധുനിക കാലഘട്ടം എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഏത് കാലത്ത് ജീവിക്കുന്നവരായാലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരായാലും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ ആദാബുകളും മര്യാദകളും നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെയും ഇസ്ലാം പഠിപ്പിക്കുന്ന, ഇസ്ലാം മുന്നിൽ വെക്കുന്ന പ്രമാണങ്ങളുടെയും അതിൽ പഠിപ്പിക്കപ്പെട്ട സംസ്കാരങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്, ഒരുപാട് രോഗികളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം ദുർബലരായ മിസ്കീനുകളായ ആളുകളുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പള്ളികളിലേക്ക് വരാൻ സാധ്യമല്ല, ഈദ്ഗാഹുകളിലേക്ക് വരാൻ സാധ്യമല്ല, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ആഘോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികളെ നമ്മൾ സന്ദർശിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും അതിലൂടെ നമ്മുടെ കുടുംബബന്ധം പുലർത്തുകയും ഇസ്ലാമികമായ സാഹോദര്യം ശക്തമാക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്തരം ഇസ്ലാമികമായ എന്തെല്ലാം സംസ്കാരങ്ങൾ നമുക്ക് സ്വീകരിക്കുവാനുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഈ പെരുന്നാൾ ദിവസം കൂടുതൽ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇസ്ലാമിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുണ്ട്. ലോകത്ത് ഏതൊരു മുസ്ലിമിന് വേദന വന്നാലും അത് നമ്മുടെ വേദനയാണ്. ഏതൊരു മുസ്ലിമിൻ്റെയും സന്തോഷം നമ്മുടെ സന്തോഷമാണ്. അതുകൊണ്ട് ലോകത്ത് വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി, മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അവരെ ഉൾപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാർത്ഥമാക്കുക. തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും വിളംബരമായ ഹജ്ജും ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെയും ഇസ്ലാമികമായ മര്യാദകളെയും പരലോക ചിന്തയെയും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഇസ്ലാമിലെ ആരാധനകളും അതെല്ലാം നമ്മൾ ഓർത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ആരാധനകളെയും പരലോകത്തേക്ക് ഉപകാരപ്രദമാക്കുന്ന രൂപത്തിലുള്ള നിമിഷങ്ങളാക്കി ഈ ആരാധനകളെയും ആഘോഷങ്ങളെയും നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള നന്മകൾ ചിന്തിച്ചും നന്മ പറഞ്ഞും നന്മ പ്രവർത്തിച്ചും മുന്നോട്ട് നീങ്ങാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും മുട്ടുനിൽക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. والسلام عليكم ورحمة الله وبركاته.